ഡോക്ടർ അരുൺ, ഇവിടെ ഇപ്പോൾ കോഴിക്കോട് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ അച്ഛൻ ഡോക്ടറെ ആക്രമിക്കുന്ന വളരെ മോശപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. പക്ഷേ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ കുട്ടിയുടെ മരണം സംബന്ധിച്ച് അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. 2 ഹോസ്പിറ്റലുകളിൽ നിന്ന് 2 വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് ലഭിച്ചത്. അതിനുശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈ പരിശോധന നടക്കുന്നതിൻ്റെ കാലയളവും പ്രശ്നങ്ങളുമൊക്കെ അതിനെ ബാധിക്കുമെന്നും അത് ചിലപ്പോൾ റിസൾട്ടിനെ പോലും ബാധിച്ചേക്കാം എന്നുമൊക്കെ കണ്ടു. അപ്പോൾ നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കേസുകളേക്കാൾ കൂടുതൽ കേസുകൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ എത്തി 10-20 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് പോലും പലയിടങ്ങളിലും കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കാലതാമസവും ഈ കേസുകൾ ഒരുപക്ഷെ മരണത്തിലേക്കൊക്കെ എത്തുന്നതിന് കാരണമാകുന്നുണ്ടോ? ആ പ്രത്യേക കേസില് മറ്റേ കോഴിക്കോട്ടെ ആ കേസില് എന്താണ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അവിടെ ഒരു പക്ഷേ ഉണ്ടായിട്ടുള്ളത് ഈ എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഹെൽത്തിലെ അധികാരികള് DM ആയാലും അല്ലെങ്കിൽ സൂപ്രണ്ട് ആയാലും അതുപോലെയുള്ള ആളുകളും അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഏത് സ്റ്റാഫായാലും ഹെൽത്ത് ഇൻസ്പെക്ടർ മുതലുള്ള ആശാ വർക്കർ മുതലുള്ള എല്ലാ സ്റ്റാഫും ഈ പെർട്ടിക്കുലർ ഫാമിലിയും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. കൃത്യമായിട്ട് എന്തുകൊണ്ട് മരിച്ചു എന്ന് നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ കുറെ സമയമെടുക്കും. പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ എല്ലാ അനലൈസും ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ 2-3 മാസമൊക്കെ ചിലപ്പോൾ പിടിക്കാറുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് ഇത്ര പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് കിട്ടിയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനുമില്ല. നമുക്കത് വിശദമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വികാരം ആ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. അതൊരിക്കലും ഈ ആക്രമണം നടത്തിയതിന് ഒരിക്കലും അതൊരു വിശദീകരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ആക്രമണം നടത്തിയത് നമ്മൾ ശക്തമായിട്ട് തള്ളിപ്പറയുന്നേ വേണം. പക്ഷെ ഇനി കണ്ടുപിടിക്കാത്ത കേസുകളുണ്ടോ എന്നുള്ളത് സാധ്യതകൾ കുറവാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കാര്യമായിട്ട് ഇത് എൻകഫലൈറ്റിസ് സംശയിക്കുന്ന എല്ലാ കേസുകളിലും നമ്മൾ CSF നോക്കുന്നുണ്ട്. നേരത്തെ ഡോക്ടർ രാജീവ് പറഞ്ഞ പോലെ കൃത്യമായിട്ട് CSF നോക്കുന്നതുകൊണ്ട് കണ്ടുപിടിക്കാത്ത കേസുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ വിഷ്വലായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇത് മൈക്രോസ്കോപ്പ് കൂടെ നോക്കുമ്പോൾ മൊബൈൽ ട്രോപ്പസമായിട്ട് നമ്മൾ കാണുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു PCR റിപ്പോർട്ട് ഇല്ലാതെ നമുക്ക് 100% പറയാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതുപോലെ തന്നെ മറ്റ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, രോഗിയുടെ മറ്റ് ലക്ഷണങ്ങൾ, MRIയിൽ എങ്ങനെ ഉണ്ടായിരുന്നു, CT എങ്ങനെ ഉണ്ടായിരുന്നു, ഈ രോഗി മരിക്കുകയാണെങ്കിൽ അതിന്റെ മെഡിക്കൽ ഓട്ടോപ്സി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മറ്റ് ഫീച്ചേഴ്സ്, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഫൈനലായി ഒരു കൺക്ലൂഷൻ പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യമുണ്ട്, വളരെ അഭൂതപൂർവമായ നമ്പർ ഓഫ് കേസസ് വളരെ വർദ്ധിക്കുന്നുണ്ട്. നേരത്തെ രാജീവ് ജയദേവനും മലിനജലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മലിനം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചളി പിടിച്ച ജലം എന്നുള്ള രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിലെ ബാക്ടീരിയൽ കൗണ്ടാണ്. ബാക്ടീരിയൽ കൗണ്ട് കൂടുന്തോറും അമീബ ഭക്ഷണം കഴിക്കുന്നത് ബാക്ടീരിയയാണ്. ബാക്ടീരിയൽ കൗണ്ട് കൂടുമ്പോൾ അമീബ എന്തായാലും കൂടും. നമ്പർ ഓഫ് അമീബ കുറച്ച് കൂടുതൽ എന്തായാലും ഉണ്ടാവും. നമ്പർ ഓഫ് അമീബ കൂടാതെ എനിക്ക് തോന്നുന്നത് ഒരു അമീബ ഫ്രീ ലീവിംഗ് ആണ്, നമ്മുടെ എല്ലാ വെള്ളത്തിലും ഉണ്ട്, ശരിയാണ്. എങ്കിലും അതിന്റെ അളവ് കുറച്ച് കൂടുതൽ ഉണ്ടാവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുകൊണ്ടായിരിക്കും ഇത്രയധികം കേസുകൾ വരും. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇത്രയധികം കേസുകൾ വരാൻ സാധ്യതയില്ലല്ലോ. പിന്നെ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഡോക്ടർ അരുൺ, ഈ കോളിഫോം ബാക്ടീരിയയുടെ ഒക്കെ എണ്ണം വർദ്ധിച്ച് അപ്പോൾ അങ്ങനെ അമീബയ്ക്ക് വഴിയൊരുക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ജലസ്രോതസ്സുകൾക്ക് സമീപത്തെ സെപ്റ്റിക് ടാങ്കുകൾ അങ്ങനെയുള്ള കണക്ഷൻസ് ഒക്കെ വലിയ അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുമോ? നമ്മൾ പൊതുവെ പുറമേ നിന്ന് നോക്കുമ്പോൾ ശുദ്ധമെന്ന് തോന്നുന്ന ജലാശയങ്ങളിൽ പോലും. അതെ, ഇപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പഴയ കണക്കില് നമ്മൾ ഈ 1000 കേസ് ലോകത്തിൽ റിപ്പോർട്ട് ചെയ്തതിൽ ഒരുവിധം എല്ലാം ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നീന്തിയിട്ടും കുളിച്ചിട്ടൊക്കെയാണ്. മറ്റതൊക്കെ വളരെ കുറവാണ്. ഈ ബാത്റൂമിൽ കുളിച്ചിട്ട് അല്ലെങ്കിൽ ബാത്റൂമിലെ മൂക്കിൽ കൂടെ വെള്ളം നമ്മുടെ ഷവറിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ വാട്ടർ ഫോസറ്റിൽ നിന്നുള്ള വെള്ളം മൂക്കിൽ അടിച്ചിട്ടൊക്കെ കിട്ടുന്നൊക്കെ പണ്ട് വളരെ വളരെ അപൂർവമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ അതൊക്കെയാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ കുടിവെള്ളത്തിൽ ഉണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. കുടിവെള്ളത്തിൽ കോളിഫോം കൗണ്ട് കൂടിയിട്ടുണ്ടാവണം, അത് അല്ലെങ്കിൽ അമീബ ഉണ്ടാവുമോ? ബാക്ടീരിയ ഇല്ലാതെ അമീബയ്ക്ക് അധികം ജീവിക്കാൻ പറ്റില്ല നമ്മുടെ കുടിവെള്ളത്തിൽ. അപ്പോൾ അതുപോലെ നമ്മുടെ ക്ലോറിനേഷൻ എത്രത്തോളം വിജയകരമാണെന്ന് നമുക്ക് നോക്കണം. കിണറുകൾ വൃത്തിയാക്കിയിട്ടുണ്ടോ, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടോ കൃത്യമായിട്ട് നോക്കണം. ഇതെല്ലാമാണ് ഞാൻ മലിനെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ചളി എന്നല്ല ഉദ്ദേശിച്ചത്. രോഗാണുക്കൾ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പ്യുവർ അല്ല എന്ന് പറയുന്നത്, അല്ലെ? ഹെൽത്ത് ഹസാർഡ് ആയിട്ടുള്ള വെള്ളം എന്നാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ
അവർ തീരെ ഇതൊന്നും നോക്കാതിരിക്കുന്നതിന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചുള്ള വാർണിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ അത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു പക്ഷെ നമ്മുടെ അവിടെ അത്ര അവര് ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ അവിടുത്തെ ആളുകൾക്ക് ഉണ്ടാവണമെന്നില്ല. ഒരു പക്ഷേ അസുഖങ്ങൾ വന്നാൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. എങ്കിലും ഇന്നിപ്പോ തമിഴ്നാട് കേരളം ഏകദേശം ഒരേ മാതിരിയാണ് പല കാര്യങ്ങളിലും. ഹെൽത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ തമിഴ്നാട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാര്യം ശരിയാണ്, നമ്മുടെ അത്രയുള്ള ജലാശയങ്ങൾ അവിടെ ഇല്ല. ജലാശയങ്ങൾ കുറവാണ്, കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ് പലതും. അതുപോലെ തന്നെ തമിഴ്നാട്ടില് ഇനിയുള്ള മൺസൂൺ വരാൻ പോകുന്നുള്ളൂ. തുലാവർഷം ഡിസംബറിലൊക്കെയാണ് അവിടെ കാര്യമായിട്ട് മഴ വരുന്നത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാൻ വേണമെങ്കിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആകുമ്പോൾ തമിഴ്നാട്ടിൽ കേസുകൾ കൂടണം. കൂടിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം? എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത്രയധികം കേസുകൾ കൂടുന്നു നമ്മൾ പഠിക്കാതെ ഇരിക്കുന്നത് ശരിയല്ല. നമ്മൾ കൂടുതൽ കണ്ടുപിടിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് നമ്മൾ വലിയ കേമന്മാരമാണ്, അവരെല്ലാം മോശക്കാരാണെന്ന് വിചാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തമിഴ്നാട്ടിലും ഒക്കെ തന്നെ വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളൊക്കെ ഉണ്ട്. അവിടെയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അനലിസ്റ്റ് എന്ത് കേസ് വന്നാലും ചെയ്യുന്ന കേസുകൾ വെല്ലൂർ എടുത്താലും മദ്രാസ് മെഡിക്കൽ കോളേജിൽ എടുത്താലും അല്ലെങ്കിൽ കർണാടകത്തിലായാലും നിംഹാൻസിലായാലും ഒക്കെ തന്നെ. അപ്പൊ അവിടെയൊക്കെ തന്നെ വിശദമായ പഠനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇത്രയധികം കേസുകൾ വരുന്നില്ല. അപ്പൊ നമ്മൾ അത് നമ്മളൊരു അത്ഭുതം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് കൂടുതൽ പഠനങ്ങൾ വേണം. നേരത്തെ ഡോക്ടർ രാജീവ് ജയൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞ പോലെ ഈ കേസുകളെ കൃത്യമായിട്ട് സോഴ്സ് എങ്ങനെയാണ് ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു പഠനം ഇപ്പോൾ തന്നെ DHSനോ അല്ലെങ്കിൽ DMEക്കോ ചെയ്യാവുന്നേ ഉള്ളൂ. അത് നമുക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് പൊതുമധ്യത്തിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനെ കുറച്ച് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. നമുക്ക് ഇതേമാതിരി നമ്മളോട് ആളുകളെ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇത് വരാതിരിക്കാൻ നോക്കേണ്ടത് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം വേണമെങ്കിൽ ഈ കേസുകൾ എങ്ങനെയാണ് മറ്റ് രോഗികൾക്ക് കിട്ടിയത് നമുക്ക് അറിയേണ്ടതാണ്. അതുപോലെ തന്നെ നേരത്തെ ഡോക്ടർ ലാല് പറഞ്ഞ പോലെ 30% മരണമുള്ളൂ. അപ്പൊ മരണം വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് നമുക്കറിയാം. അത് അറിഞ്ഞാൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഈ വിവരം നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ചും കൂടുതലായിട്ടുള്ള പഠനങ്ങളും പേപ്പറുകൾ പ്രസിദ്ധീകരിച്ച് ശാസ്ത്രലോകത്തിന് ഇത് അറിയിക്കണം. അതുപോലെ ICMR, അതുപോലെ ലോകാരോഗ്യ സംഘടന എല്ലാം അറിയിച്ചുകൊണ്ട് അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം കൂടി നടത്തണം. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ അധ്യാപകരൊക്കെ സമരത്തിലാണ്. നമ്മൾ വിചാരിക്കുന്ന മെഡിക്കൽ കോളേജിലെ അധ്യാപകർക്ക് ഇതെല്ലാം പഠിച്ചുകൂടെയാണ്. അവർക്കൊന്നും ഇതിന് സമയമില്ല. അവർക്ക് രോഗികളെ നോക്കാനേ സമയമില്ല, വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സമയമില്ല. ഇഷ്ടംപോലെ മെഡിക്കൽ കോളേജുകളുണ്ട്, പക്ഷെ ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ല. അതൊരു പ്രധാന പ്രശ്നമാണ്. ഇത്രയധികം ഒരു പുതിയൊരു അസുഖം ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഡോക്ടർമാരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുന്നത് വളരെ നിർഭാഗ്യകരമാണ്. അവരുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്തുകൊണ്ട് ഈ ആരോഗ്യരംഗത്തെ ഈ ഒരു അനിശ്ചിതാവസ്ഥ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ടതാണ്. തീർച്ചയായും കാലാവസ്ഥയും മാറിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം മാത്രമല്ല, മറ്റ് രോഗങ്ങളും പിടിമുറുക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് എന്നതും കൂടി നമ്മൾ ഓർക്കണം. ആരോഗ്യമന്ത്രിയുടെ അറിവിലേക്ക് നമുക്ക് തിരിച്ചെത്താം. ചെറിയൊരു ഇടവേള കൂടി.